യെസ് യെസ് അഭിലാഷേ, അതായത് നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ആളുകളുടെ ഒച്ച കേൾക്കുന്നുണ്ട്, കിട്ടിയെന്നാണ് കരുതുന്നത്. ഏതായാലും അങ്ങോട്ടേക്ക് പോകട്ടെ. ഒരുപക്ഷെ ഗോവിന്ദചാമിയെ പിടികൂടിയതായിട്ടുള്ള ദൃശ്യങ്ങൾ തത്സമയം കിട്ടി. ഗോവിന്ദചാമിയെ പിടിച്ചിരിക്കുന്നു. ഇതാ മാതൃഭൂമി ന്യൂസിൽ പ്രേക്ഷകർ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. രാഹുൽ ഓടിക്കോളൂ. ഇതാ ഗോവിന്ദചാമിയെ രാഹുൽ ഓടിക്കോളൂ. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ആ സമയത്ത് അവരെ അവിടെ ഉണ്ടായിരുന്നു, അവർക്ക് തത്സമയം കിട്ടി. ബാക്കിയുള്ളവർ ദൃശ്യങ്ങൾ ഈ വീടിന്റെ വളപ്പിലേക്കാണ് ഗോവിന്ദചാമിയെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ്. ആ വീടിന്റെ വളപ്പ് കഴിഞ്ഞ് അത് ലൈവായിട്ടുള്ള തത്സമയമുള്ള ദൃശ്യങ്ങളാണ്. ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ്. ഗോവിന്ദചാമിയെ പിടികൂടിയതായിട്ടുള്ള വിവരം അവിടെ നിന്ന് ഉറക്കെ ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്. അവിടേക്ക് പോലീസ് പാർട്ടി ഓടുകയാണ്. അതിനോടൊപ്പം ഇതാ ഈ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ. മതിൽ ചാടി അപ്പുറത്തെ സൈഡിലാണ്. അത് അവർക്ക് ആ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് കിട്ടിയതിന്റെ ആ ഒരു ഇത് നമ്മുടെ ചാനലിൽ തന്നെയാണ് വന്നിരിക്കുന്നത്, നിങ്ങൾ എല്ലാവരും ലൈവായിട്ട് കാണണം, പ്ലീസ് കണ്ടുകൊണ്ടേ ഇരിക്കണം. അതിനുള്ള സാധനം ഉണ്ട്. ചാമി ഗോവിന്ദനെയാണ് പിടിച്ചിരിക്കുന്നത്. ആരാണ് ചാമി ഗോവിന്ദൻ? ഒരു പാവം പിടിച്ച പെങ്കൊച്ചിനെ ട്രെയിനിൽ ഉപദ്രവിച്ചു കൊന്ന തന്തയില്ലാത്ത ഒരു തയ്യാളിയാണ് ചാമി ഗോവിന്ദൻ. അപരാധി മോൻ ജയിലും ചാടി. രാവിലെ പോയ ന്യൂസൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം പലരും പല വഴിക്ക് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. പല ന്യൂസുകാരും പല വഴിക്ക് പലരോടൊപ്പം. അതിൽ മാതൃഭൂമിയുടെ ഗ്രൂപ്പിന് കിട്ടിയത് ബമ്പർ ലോട്ടറിയാണ്. സൈഡിലാണ് മതിൽ ചാടി. ഇപ്പോ അങ്ങോട്ടേക്ക് ക്യാമറയും മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ തത്സമയം കാണൂ. ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ്. ഈ കെട്ടിടത്തിന് സമീപത്തേക്കാണ്. രാഹുൽ പറഞ്ഞോളൂ. ഇതാ ഗോവിന്ദചാമിയെ പിടികൂടുന്നത്. രാഹുലിനെ ഒന്ന് പറയാൻ അനുവദിക്കൂ എന്റെ പൊന്നളിയ. ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ മാത്രമാണ്. രാഹുലിന് അറിയത്തില്ല കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം, പക്ഷെ കിട്ടി. അഭിലാഷ്, ഗോവിന്ദചാമി പിടിയിൽ. കെട്ടിടത്തിനകത്ത് കിണറിനകത്ത് ആ വിഭ്രാന്തിയിൽ വെപ്രാളത്തിലാണ്. കാട് മൂടി കിടക്കുന്ന സ്ഥലം നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലേ? ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ കാണും. ഗോവിന്ദചാമിയെ കിണറ്റിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. ഗോവിന്ദചാമിയെ പിടികൂടുകയാണ്. മാതൃഭൂമി ന്യൂസിലൂടെ തത്സമയം കാണാം പ്രേക്ഷകർക്ക്. ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ്. ഗോവിന്ദചാമിയെ പിടികൂടുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. തളാപ്പിലെ കെട്ടിടത്തിനകത്തുള്ള കിണറ്റിലായിരുന്നു ഗോവിന്ദചാമിയെ ഒളിച്ചിരുന്നത്. ഗോവിന്ദചാമിയെ ഇതാ പോലീസ് പിടികൂടിയിരിക്കുന്നു. പ്രേക്ഷകരെ കണ്ടുകൊണ്ടു ഗോവിന്ദചാമിയെ ഗോവിന്ദചാമിയെ പോലീസ് പിടികൂടിയിരിക്കുന്നു. എക്സ്ക്ലൂസീവായ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മാതൃഭൂമി ന്യൂസ് വഴി കാണാം. ഗോവിന്ദചാമിയെ പിടികൂടിയിരിക്കുന്നു. ഗോവിന്ദചാമി പിടിയിലാവുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കൊടും കുറ്റവാളിയെ ഇപ്പോൾ ഇതാ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. പിടിക്കുന്ന ദൃശ്യങ്ങളാണ്. പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. രാഹുൽ പറഞ്ഞോളൂ. പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഗോവിന്ദചാമിയെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ തത്സമയം പ്രേക്ഷകരുടെ സ്ക്രീനിൽ മാതൃഭൂമി ന്യൂസിലൂടെ ഗോവിന്ദചാമിയെ പിടികൂടി കൊണ്ടുവരുന്നതിന് തത്സമയ ദൃശ്യങ്ങൾ ഇതാ. അയാൾ ആ കാട് മൂടിക്കിടന്നിരുന്ന പ്രദേശത്തെ കിണറ്റിൽ ഒളിച്ച് കഴിയുകയായിരുന്നു. ഗോവിന്ദചാമിയെ നാട്ടുകാരും ഒളിച്ച് കഴിയാൻ ഗോവിന്ദചാമി 3-4 ദിവസമായോ ഇറങ്ങിയിട്ട് പോയല്ലേ ഉള്ളൂ. വിളിച്ചു നിൽക്കുമായിരുന്നു. പിടിച്ചു. കേരള പോലീസിന് വലിയൊരു കൈയടി. അടുത്തെന്താ നമുക്ക് നോക്കാം. അരുൺകുമാർ നമുക്കൊപ്പം ഒരിക്കൽ കൂടി ചേരുന്നു. അരുൺ പറയൂ. അബ്ജദ് പറഞ്ഞു നിർത്തിയിരുന്ന് തുടങ്ങാം. ഇത് സമൂഹത്തിന്റെ തന്നെ ഒരു കടമയായി മാറിയിരിക്കുകയാണ് ഈ കുറ്റവാളിയെ കണ്ടെത്തേണ്ടത്. കാരണം ഈ കേരളം ഏറെ ചർച്ച ചെയ്ത, ഇന്ത്യ തന്നെ ചർച്ച ചെയ്ത ഒരു ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിലെ പ്രതിയാണ് സ്ത്രീ സുരക്ഷ. കുറ്റവാളിയൊക്കെ കണ്ടുപിടിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസിലാണ്. കുറ്റവാളിയെ കണ്ടെത്തിയാടോ. അതാ പറഞ്ഞു, മാതൃഭൂമിക്ക് മാത്രം കിട്ടിയ ഒരു ബമ്പർ ലോട്ടറി ആയിരുന്നു ആ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത. ഗോവിന്ദചാമി എന്ന് പറയുന്ന അച്ഛനില്ലാത്തവൻ നമുക്കെല്ലാവർക്കും അറിയാം. അവൻ ചാടിപ്പോയ സ്ഥലം അത്ര ചെറിയ സ്ഥലമൊന്നുമല്ല. അവിടെ നിന്ന് അവൻ ചാടിപ്പോയിട്ടുണ്ടെങ്കിൽ അവൻ പ്രശ്നക്കാരൻ താഴെ തന്നെ കേട്ടോ. കാരണം ഞാൻ സബ് ജയിലിൽ കിടന്നിട്ടുള്ളൊരു വ്യക്തിയാണ്.
അഭിമാനത്തോടു കൂടിയല്ല പറയുന്നത്, അപമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. പക്ഷേ അഭിമാനത്തോടു കൂടി ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. കുറേ പാവം പിടിച്ച മനുഷ്യന്മാരെ കണ്ടു, കുറേ ക്രിമിനൽസിനെ കണ്ടു. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് കള്ളൻ, കൊലപാതകി, എല്ലാ വകുപ്പും ഉണ്ടല്ലോ. ഞാൻ നാർക്കോട്ടിക് ആണേ, എന്നെ ഇനി അതല്ലെന്ന് പറഞ്ഞിട്ട് ഇനി എന്നെ ആരും ഒന്നും പറയാൻ നിൽക്കണ്ട. അതൊക്കെ കോടതി തീരുമാനിക്കും, ഞാൻ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. രാവിലെ 6 മണിയാകുമ്പോൾ ബെല്ലടിക്കും, നമ്മൾ എഴുന്നേൽക്കണം. വാഷ്റൂമിൽ പോകാനുള്ള സമയം, കുളിക്കാനുള്ള സമയം. 7:30 സെല്ല് തിരിച്ചു കയറും. പിന്നെ രാവിലത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് ക്യാരം ബോർഡ്, അതുപോലെ തന്നെ ചീട്ട്, അങ്ങനെയുള്ള ഗെയിമുകളിലേക്ക് ഏർപ്പെടാനുള്ള സമയമാണ്. ഉച്ചയ്ക്ക് 1 മണി 12 മണി അതിനിടയിലായിട്ട് ചോറ് കിട്ടും. നല്ല ചോറ്, നല്ല കറികൾ. നമ്മൾ ക്യൂ നിന്ന് പോയി കഴിക്കുക, മേടിച്ചുകൊണ്ട് വന്ന് സെല്ലിൽ പോയി കഴിക്കുക. ഒരു 4 മണിയാകുമ്പോൾ ചായ വരും. പിന്നെയും വാഷ്റൂമിലൊക്കെ ഒന്ന് പോവുക, തിരിച്ചു വരിക. 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും ചോറ് തരും. 8 മണി 9 മണിക്കുള്ളിൽ കഴിക്കുക, കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക. ആരാരും ഇല്ലാത്തവർക്കും തെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും ഒക്കെ പറ്റിയ സ്ഥലമാണ്. എല്ലാവരും ഉള്ളവർക്കും, ഇമോഷൻസൊക്കെ ഉള്ളവർക്കും, ഭയങ്കര അറിയാതെ തെറ്റുകളിൽ പറ്റി അതിൽ പെട്ടുപോകുന്ന ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ജയിലെന്ന് പറയുന്നത്. ആ ജയിലിൽ നിന്നും പുറത്തിറങ്ങുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. അത് ചാടുന്നവരെ നമ്മൾ അംഗീകരിക്കണം. കാരണം അത്രയ്ക്ക് വലിയ ആളുകളൊക്കെ ചാടാൻ പറ്റത്തുള്ളൂ. അത് ചാടി വന്ന ഗോവിന്ദചാമി എന്ന ചാമി ഗോവിന്ദനെ വീണ്ടും കേരള പോലീസിന് കിട്ടി. തിരിച്ച് വീണ്ടും അതേ ജയിലിലേക്ക് വിടും. എന്തു തന്നെ ആയെങ്കിലും ആരും ജയിലെന്ന് പറയുന്ന ആ ഒരു ഇതിനകത്തോട്ട് ചെല്ലാതിരിക്കുക. ഗോവിന്ദചാമിയെ പോലുള്ളൊരു ക്രിമിനലിന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപകടങ്ങളിൽ പോയി പെടാതിരിക്കുക. നാർക്കോട്ടിക് ഡ്രഗ്സിൽ വരുന്ന മെത്താഫിറ്റാമിൻ പോലെയുള്ള ലഹരികൾ ഉപയോഗിക്കുന്ന കൂട്ടുകാരോടൊപ്പം നടക്കാതിരിക്കുക. അതിനകത്തൊക്കെ ഉപയോഗിക്കാത്തവനും അതിനകത്ത് വന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മളതിനകത്ത് പെട്ടുപോകും. അപ്പം ഞാൻ ഇനി ഉപയോഗിക്കാത്തവനാണെന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. നല്ലോണം ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു. ഇപ്പം നിർത്തി എന്ന് പറഞ്ഞാൽ കുറച്ചേറെ കാലമായിട്ട് നിർത്തി. ഭയങ്കര വൃത്തികെട്ട ഡ്രഗാണ്, ഭയങ്കര മോശം ഡ്രഗാണ്, അത് ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു ഡ്രഗാണ്. നമ്മുടെ ഇമോഷൻസും നമ്മുടെ സ്നേഹബന്ധങ്ങളില്ലാതാക്കുന്ന ഒരു വളരെ മോശമായ ഒരു ഡ്രഗാണ്. അപ്പോൾ അത് അത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. പച്ചപ്പരവതാനി വിരിച്ച മലകളും നല്ല തണുപ്പൊക്കെ കണ്ട് പച്ചപ്പനായിട്ട് നമുക്കങ്ങ് ജീവിക്കാം. അതില്ലാത്തവരും അന്തസ്സായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കാത്തവർ ഉപയോഗിക്കാതിരിക്കുക. കെമിക്കൽ ഉപയോഗിക്കുന്നവർ കെമിക്കൽ ഉപയോഗിക്കാതിരിക്കുക. കഞ്ചാവിനെ കുറിച്ച് ഞാനൊന്നും പറയത്തില്ല. പഞ്ചാബ് പാവമാണ്.